നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ഡേവിഡ് മില്ലർ ഒരു പതിറ്റാണ്ടിലധികമായി നമ്മൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും 2020 ലീഗുകളിലും കേൾക്കുന്ന പേരാണ്. IPL നമ്മൾ എത്രയോ വട്ടം ആ പേര് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് അയാളുടെ കളി. എക്കാലത്തെയും ലോക ക്രിക്കറ്റിലെ പ്രത്യേകിച്ച് പരിമിത ഓവർ ക്രിക്കറ്റിൽ, ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ, വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ മികച്ച ഫിനിഷറായിട്ട് ഒരുപാട് കാലമായിട്ട് ഡേവിഡ് മില്ലർ നിൽക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മില്ലർ മികച്ച ഫിനിഷർ ആകുന്നത് എന്ന് ഇന്ന് വീണ്ടും തെളിയിക്കപ്പെട്ടു. ഒരിക്കൽ കൂടി പലതവണ നമ്മളത് കണ്ടിട്ടുണ്ട്. അത് ആ വിളിയെ ഉറപ്പിക്കുന്ന പ്രകടനമാണ് ഇന്ന് കാഴ്ചവെച്ചത്. ഡൽഹി ക്യാപിറ്റൽസിന് വേണ്ടി കളിക്കുന്ന ഡേവിഡ് മില്ലർ ഈ സീസണിൽ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീമുകളിലൊന്നായ RCBയെ ഇന്ന് തോൽപ്പിച്ചു. അപ്പോൾ ആ തോൽവിയിൽ RCBക്ക് വലിയ അടിയേറ്റത് യഥാർത്ഥത്തിൽ ഡേവിഡ് മില്ലറുടെ ഫിനിഷിംഗ് ആണ്. ഡേവിഡ് മില്ലർ അവസാന ഓവറിൽ 2 6 ഒരു 4 അടിച്ച് കളി ഫിനിഷ് ചെയ്ത ഒരു രീതിയുണ്ട്. യഥാർത്ഥത്തിൽ RCBക്ക് നല്ല സാധ്യത ഉണ്ടായിരുന്നു അവസാന ഓവർ വരെ. അവസാന ഓവറിൽ അവർക്ക് പിടിക്കാവുന്ന റണ്ണുണ്ടായിരുന്നു. പക്ഷേ ഡേവിഡ് മില്ലർ എന്ന ഫിനിഷറുടെ ഇതിൽ തട്ടി അവർ വീണു എന്ന് തന്നെ പറയാം. RCBയെ തടഞ്ഞു നിർത്തി RCBയെ തോൽപ്പിച്ചത് ഡേവിഡ് മില്ലറിൻ്റെ ആ ഇന്നിങ്സിൽ വലിയ പങ്കുണ്ട്. അത് ഡേവിഡ് മില്ലർ ഒറ്റയ്ക്കാണെന്ന് പറയുന്നില്ല. ടിസ്റ്റൻ സ്റ്റെപ്സ് 60 റൺ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവർ ആ രീതിയിൽ മറ്റ് ബാറ്റർമാർ കളിച്ചിട്ടുണ്ടെങ്കിലും ഡേവിഡ് മില്ലറുടെ ആ ഇന്നിങ്സ് അതിഗംഭീരമായിരുന്നു. അവസാന ഓവറിൽ അദ്ദേഹം 16 റൺ അടിച്ചു. മൊത്തം 10 ബോളിൽ 22 റൺ അടിച്ചു, 220 സ്ട്രൈക്ക് റേറ്റിൽ. അത് അവസാനം ഇറങ്ങിയിട്ട് യഥാർത്ഥത്തിൽ ആ ഘട്ടത്തിലൊക്കെ RCBക്ക് നല്ല സാധ്യതയുണ്ടായിരുന്നു കളി ജയിക്കാനുള്ളത്. അപ്പോൾ 175 റണ്ണേ അടിച്ചുള്ളൂവെങ്കിലും കളി ജയിക്കാൻ RCBക്ക് നല്ല സാധ്യത ഉണ്ടായിട്ട് അവർ നന്നായി പന്തെറിഞ്ഞിരുന്നു. ഭുവനേശ്വർ കുമാർ പ്രത്യേകിച്ച് 3 വിക്കറ്റ് വീഴ്ത്തിക്കൊണ്ട്. പക്ഷേ ഡേവിഡ് മില്ലർ അവസാനം എങ്ങനെ കളി ഫിനിഷ് ചെയ്യണം, എത്ര കൂളായിട്ടാണ് അയാൾ ആ കളി ഫിനിഷ് ചെയ്തത്, അത് കണ്ടപ്പോൾ തന്നെ. പക്ഷേ ഈ സീസണിൽ തന്നെ കഴിഞ്ഞൊരു കളിയിൽ മില്ലർക്ക് കളി ഇങ്ങനെ തന്നെയുള്ള ഒരു കളി ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. അന്ന് ഒരുപാട് വിമർശനം ഏറ്റുവാങ്ങിയതാണ്. എന്തായാലും ഇന്ന് അദ്ദേഹം എന്തുകൊണ്ട് ലോക ക്രിക്കറ്റിൽ ഡേവിഡ് മില്ലർ ഒരു പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് അദ്ദേഹം ആ കളി ഫിനിഷ് ചെയ്യുന്നത് ഇത് വളരെ ഗംഭീരമായിട്ടായിരുന്നു. അത് കളികൾ എങ്ങനെ ഫിനിഷ് ചെയ്യണം. ഇപ്പോൾ കുറേ ദീർഘകാലമായിട്ട് നമ്മൾ ഇന്ത്യക്ക് മികച്ച ഫിനിഷേഴ്സിന് നമ്മൾ കണ്ടിട്ടുണ്ട്. യുവരാജ് സിംഗ് ഉണ്ടായിരുന്നു, പിന്നീട് മഹേന്ദ്ര സിംഗ് ധോണി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫിനിഷേഴ്സിനെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കളി എങ്ങനെ കൃത്യമായി ഫിനിഷ് ചെയ്യണമെന്ന് നന്നായിട്ട് അറിയുന്ന ആളുകൾ അതിൻ്റെ ഏറ്റവും വലിയ എങ്ങനെ ആയിരിക്കണം അത് ഫിനിഷ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു തന്ന ഒരു ഇന്നിങ്സ് ആയിരുന്നു ഡേവിഡ് മില്ലറുടെ. ചെറിയ ഇന്നിങ്സ് ആയിരുന്നു, 10 പന്തേ നേരിട്ടുള്ളൂ. പക്ഷേ 22 റൺ എടുത്ത് പുറത്താകാതെ നിന്നു. അത് ടീമിൻ്റെ വിജയത്തിൽ അതിനിർണായകമായി എന്ന് പറയാതെ വയ്യ. എന്തായാലും ഡേവിഡ് മില്ലർ ഇപ്പോഴും ഈ പ്രായത്തിലും അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 15 വർഷത്തിലധികമായി കളിക്കുന്ന ഡേവിഡ് മില്ലർ ഇപ്പോഴും ക്രിക്കറ്റിൽ, പരിമിത ഓവർ ക്രിക്കറ്റിൽ 2020 ലോകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കളിക്കാരനായി നിർഭയം ഫിനിഷ് ചെയ്യുന്ന ഒരു കളിക്കാരനായി ഇപ്പോഴും നിലനിൽക്കുന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം ഇന്ന് നാം കണ്ടു.